ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ ബിഗ് ബോസ് വിശേഷങ്ങൾ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. അവരുടെ വാക്കുകൾ ഇങ്ങനെ: മലയാളം കണ്ട ഏറ്റവും വലിയ ഷോയാണ് ബിഗ് ബോസ്. ലാലേട്ടൻ എന്ന കംപ്ലീറ്റ് ഹോസ്റ്റ് എന്ന നിലയിൽ പറയാനുള്ളത് എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്തിരുന്നോ? ഒരു സിനിമ പോലെ തന്നെയാണ് ബിഗ് ബോസ്. തമിഴിലും ഡിഫറൻസ് ഉണ്ട്. സ്വഭാവം മാറാം, കോസ്റ്റ്യൂം മാറാം, കൊടുക്കുന്ന റിപ്ലൈ മാറാം, റിയാക്ടിങ് മാറാം. അത് തമിഴ് ബിഗ് ബോസ് നോക്കിയിട്ട് മലയാളം ചെയ്യാൻ പറ്റില്ല. ഞാൻ സൽമാൻ ഖാന്റെ ഒരു എപ്പിസോഡ് പോലും ഫുൾ കണ്ടിട്ടില്ല. കാരണം അതിൽ നിന്നും ഒന്നും ഇൻസ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അവർ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്ന് നമ്മൾക്കറിയില്ലല്ലോ. നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അത്യാവശ്യം നമുക്കറിയാം. പക്ഷേ അവർ എന്ത് പറയുമെന്നുള്ളത് പറയാനേ പറ്റില്ല. ശരിക്കും ഒരു ഇന്റർവ്യൂ പോലെ എന്ന് പറയാം. അവർ എന്താ ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ലല്ലോ. പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ആരാണ് ബിഗ് ബോസ് എന്ന ചോദ്യത്തിന് ലാലേട്ടൻ പറഞ്ഞത് അതൊരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. നമുക്കും വല്ലപ്പോഴും കാണണമെന്ന് ആഗ്രഹമുള്ള ആളാണ്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഹൗസിന്റെ മെയിൻ ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ്. നമ്മൾ അതിന്റെ ഇടയിലുള്ള മീഡിയേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ സീസൺ തുടങ്ങിയത് ബിഗ് ബോസിനും കൂടെ ഒരു സർപ്രൈസ് കൊടുത്തിട്ടാണ്. പക്ഷേ കണ്ടസ്റ്റന്റുമായി കൂടുതൽ അടുപ്പമുള്ളത് ബിഗ് ബോസിനാണ്. എന്നെ അതിലേക്ക് വലിച്ചിടേണ്ട. 7ന്റെ പണിയൊക്കെ കിട്ടിയ കുട്ടികളുടെ പ്രാക്ക് എന്തിനാ ഞാൻ കേൾക്കുന്നേ? ബിഗ് ബോസ് സേഫ് ആയിട്ട് ഒരു സ്ഥലത്തിരുന്ന് എന്നെ കൊണ്ട് കളിപ്പിക്കുകയാണ്. ഈ തിരക്കിനിടയിലും ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന ചോദ്യത്തിന് അതെ, ഞാൻ കാണാറുണ്ട്. സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ സമയമുണ്ടാക്കി കണ്ടിരിക്കും. കാണാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യും. ഒന്നും അറിയാതെ എനിക്കവിടെ പോയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയാത്തത് നമുക്ക് കണ്ടുപിടിക്കാം. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. എനിക്കിതിൽ കുറച്ച് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ തീർച്ചയായും ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അത് നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. സന്ദർഭത്തിനനുസരിച്ചല്ലേ ഓരോരുത്തരും പ്രതികരിക്കുന്നത്. ഇതൊരു സിനിമ പോലെ എഴുതിയുണ്ടാക്കാൻ പറ്റത്തില്ല. 18 പേരുണ്ടെങ്കിൽ 18 സ്വഭാവമല്ലേ? മലയാളത്തിൽ മാത്രമല്ല, ലോകത്തെ പലയിടങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്ന ഷോ. ഒരു ഷോ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ലോകം മുഴുവൻ പോകണമെങ്കിൽ അതിനകത്ത് ഒരു സത്യമുണ്ട്. അതെങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാൻ ലോകത്താർക്കും പറ്റില്ല. അടുത്ത മൊമെന്റിൽ നിങ്ങൾ എന്ത് പറയും എന്നുള്ളത് എങ്ങനെയാ സ്ക്രിപ്റ്റ് ചെയ്യുന്നേ? ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളുകളാണ്. എന്തിനാണ് ഞാൻ വഴക്ക് പറഞ്ഞേ എന്ന് ചിന്തിക്കും. കുറച്ചു കഴിഞ്ഞ് സോറി പറയും.